ദൈവത്തിനോ ലോകത്തൊരു കാര്യത്തിനല്ലേ ദൈവത്തിന്റെ മകനെ മകളെ നീ താമസിച്ചിട്ടുള്ളൂ? അത് ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്കല്ലേ നീ താമസിച്ചിട്ടുള്ളൂ? ദേവാലയത്തിൽ വരാനല്ലേ താമസിച്ചിട്ടുള്ളൂ? ഇന്റർവ്യൂവിന് താമസിച്ചിട്ടില്ല, ജോലിക്ക് താമസിച്ചിട്ടില്ല, ഓപ്പറേഷന് താമസിച്ചിട്ടില്ല, പഠനത്തിന് താമസിച്ചിട്ടില്ല, പരീക്ഷയ്ക്ക് താമസിച്ചിട്ടില്ല. ദൈവാരാധനയ്ക്ക് മാത്രമല്ലേ നീ താമസിച്ചു വരുന്നുള്ളൂ. കാരണം എന്താണ്? നിന്റെ ദൈവം അത്രയും വിലകെട്ടവനായതുകൊണ്ടാണ്. നിന്റെ ദൈവത്തിന് അത്രയും വിലയില്ലാത്തതുകൊണ്ടാണ്. ഈ കുർബാന തരാൻ വേണ്ടി എന്റെ പൊന്നീശോ ഒരുപാട് സഹിച്ചതാണ്. എനിക്ക് ഞായറാഴ്ച ഞാൻ താമസിച്ചേ വരൂ എന്ന് നീ തീരുമാനിക്കുമ്പോ, എനിക്ക് നിന്റെ ശരീരവും രക്തവും യോഗ്യതയില്ലാത്തത് കൊണ്ട്, ഞാൻ കുമ്പസാരിച്ച് വിശുദ്ധിയിലല്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ട എന്ന് നീ വെക്കുമ്പോ, ഞാൻ കുമ്പസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് നിന്റെ ശരീരരക്തം വേണ്ട, അതിനേക്കാൾ വലുതാണ് എനിക്ക് എന്റെ ട്യൂഷൻ, അതിനേക്കാൾ വലുതാണ് എനിക്ക് എന്റെ ജോലി, അതിനേക്കാൾ വലുതാണ് എനിക്ക് എന്റെ വരുമാന മാർഗങ്ങൾ, എന്റെ ബിസിനസ് എന്ന് പറഞ്ഞ് നീ ദൈവത്തിന്റെ ഈ വാഗ്ദാനത്തെ വേണ്ട എന്ന് പറഞ്ഞ് കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ സമ്മാനത്തെ നിന്ദിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇന്നോളം ആരും കൊടുത്തിട്ടില്ലാത്ത പരമമായ ഒരു വില കൊടുത്ത് ഈശോ നമുക്ക് വേണ്ടി തന്ന ഈ വലിയ സമ്മാനത്തെ നമ്മൾ നിന്ദിക്കുകയാണ്. ഓർത്തോണം, അബ്യൂസിങ് ദ ഗിഫ്റ്റ് ഈസ് അബ്യൂസിങ് ദ ഗിവർ. സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനം തന്നവനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഒരു സമ്മാനത്തിന്റെ വില, സമ്മാനം തരാൻ ഒരാളെടുത്ത പ്രയത്നത്തിന്റെ വിലയാണ്. ഭൂമിയിൽ ഇന്നോളം ആരും ഇതുപോലൊരു സമ്മാനം തരാൻ ഇതുപോലെ വില കൊടുത്തിട്ടില്ല. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അവൻ കടന്നുപോയ സകല അനുഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രഭാതത്തിൽ ഒരു ബലിയർപ്പിച്ചൊരു വിരുന്നുമേശ തയ്യാറാക്കി, മക്കളെ ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം എന്ന് പറഞ്ഞ ആ വിരുന്നുമേശയിൽ നിന്ന് നമുക്ക് അവന്റെ ശരീരവും രക്തവും ഭക്ഷണവും പാനീയവുമായി തരാൻ വേണ്ടിയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്നതിന് ഈശോയ്ക്ക് തന്റെ ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. കടലിന് മീതെ നടക്കുന്നതിനോ, മുടന്തനെ എഴുന്നേൽപ്പിക്കുന്നതിനോ, തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതിനോ, അന്ധന് കാഴ്ച കൊടുക്കുന്നതിനോ ഈശോയ്ക്ക് തന്റെ ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ നിങ്ങൾ ഓർക്കണം, നമ്മൾ നാവ് നീട്ടി നിരനിരയായി വന്ന് പുരോഹിതന്റെ വിരൽത്തുമ്പിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ഈ കുർബാനയപ്പമായി മാറുന്നതിന് ഈശോ ഒരുപാട് സഹിച്ചതാണ്.